വണ്ടിപ്പെരിയാറിൽ ടാക്സി തൊഴിലാളിയെ സ്വകാര്യ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാറിൽ ടാക്സി വാഹനം ഓടിക്കുന്ന എഡ്വേർഡിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. വാഹനം തിരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് എഡ്വേർഡിന്റെ പരാതി. എൻ്റെ വണ്ടി കുമളിയിൽ തിരിച്ചു നിർത്തുമ്പോൾ മാരക്കിൻ്റെ ബസ്സിൻ്റെ കണ്ടക്ടർ ബസ് വിലങ്ങ് വെച്ചിട്ട് വന്ന് എൻ്റെ ചെവിക്കിട്ടും കവിളത്തും അടിച്ചിട്ട് എന്തിനാണ് തെരിയും പറഞ്ഞ് എന്തിനാണ് നീ ആളെ ഇറക്കിവിട്ടെന്ന് പറഞ്ഞ് എന്നെ അടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ശരീരവേദനയും കവിളത്തും ചെവിക്കത്തൊക്കെ ഭയങ്കര വേദനയാണ്. ഇത് CA പരാതി കൊടുത്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കുമളി റൂട്ടിൽ പെർമിറ്റോടുകൂടി സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങളിലെ ജീവനക്കാർക്കെതിരെ മുൻപും സ്വകാര്യ ബസ് ജീവനക്കാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഓട്ടോ ടാക്സി തൊഴിലാളികളും രംഗത്തെത്തി. പുതുതായി എത്തിയ സ്വകാര്യ ബസ് കമ്പനി മാനേജർ തങ്ങളുമായി നിരന്തരമായി പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതായും തൊഴിലാളികൾ ആരോപിച്ചു. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെയും ജീറ്റോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെയും വണ്ടി ഓടിക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ നിരന്തരം അവരുമായി പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇന്നലെ ഓട്ടം പോയിട്ട് വന്ന ജീപ്പ് ഡ്രൈവർമാരടക്കം ഉള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഓട്ടം പോയിട്ട് വന്ന വഴിക്ക് ഈ വണ്ടിയുടെ ഡ്രൈവറായ ജീറ്റോ വാഹനത്തിൻ്റെ ഡ്രൈവറായ എഡ്വേർഡിനെ തടഞ്ഞു നിർത്തി. മുബാറക് ബസ്സിലെ കണ്ടക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇന്നലെ അയാൾ ഡ്യൂട്ടിയിലില്ലായിരുന്നു. മദ്യപിച്ചിട്ടാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. വന്ന് ഈ എഡ്വേർഡിനെ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തിൻ്റെ വാഹനം അടിച്ചു തകർക്കുകയും അയാൾക്ക് മാരകമായി മുഖത്ത് പരുക്കേൽക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി. അതിനെതിരെ വണ്ടിപ്പെരിയാറിലെ ഓട്ടോ ടാക്സി മോട്ടാർ തൊഴിലാളികൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. മർദ്ദനമേറ്റ എഡ്വേർഡ് വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പരാതി ലഭിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എഡ്വേർഡിന്റെ വാഹനത്തിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്.